ഓണം സ്പെഷ്യലായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനിതാ വരുന്നു. പോണ വഴിക്ക് മഴ പെയ്തപ്പോൾ ഞാൻ കോസ്റ്റ്യൂം നനയാതിരിക്കാൻ വേണ്ടി ഒരു ബസ് സ്റ്റോപ്പിൽ കയറുന്നു. അവിടുത്തെ റിയാക്ഷൻ കണ്ടപ്പോഴാണ് മാവേലിക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഈ കാണുന്ന മാമന് ഞാൻ ജീവിതത്തിൽ കിട്ടാത്ത രീതിയിലൊരു അനുഗ്രഹം കൊടുത്തു. ഒരുപാട് പേർക്ക് നമ്മളെ കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. ഇവരുടെയൊക്കെ റിയാക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഏകദേശ രൂപം മനസ്സിലായി. ഇനി വരാൻ പോണതാണ് മോനെ മാസ്. നാം മാവേലി, നാം പാതാളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എറണാകുളം പാതാളല്ല കേട്ടോ, റെഡിക്കുള്ള പാതാളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പാതാളത്തിൽ നിന്ന് വന്നെത്തി ചേർന്നത് നമ്മളെ സ്വന്തം റമീഷ, ഫായിസ് ഇബ്രാഹിം, ഫാരിസൊക്കെ കൂടി നടത്തുന്ന ഒരു കഫേയിലാണ്. അവരെന്നെ വരവേറ്റ രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നാം കഫേയിലേക്ക് പോയി 2-3 ഷെയ്ക്ക് അങ്ങ് കുടിക്കാൻ പോവാണ്. കുടിച്ചതിന് ശേഷം സംസാരിക്കാം. ഇവിടം സുന്ദരമാണ്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ വളരെ എൻജോയ് ചെയ്ത് ഇരിക്കുന്നതായി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ഉള്ളിലാകട്ടെ അടിപൊളി ഒരു ആംബിയൻസോട് കൂടി ഒരു സ്ഥലം സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. പുറമേ നിന്ന് നോക്കുന്നതല്ല കാഴ്ചകൾ, ഉള്ളിലാണ് മനോഹരം. കപ്പിൾസിനും ആയിക്കോട്ടെ, ഫ്രണ്ട്സിനായിക്കോട്ടെ, ഫാമിലിക്ക് ആയിക്കോട്ടെ, വന്നിരുന്ന് 1-2 പറഞ്ഞിരിക്കാനും അടികൂടരുത്. എല്ലാത്തിനുമുള്ള സൗകര്യം ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രിയാണ് മനോഹരം. രാത്രി കഴിഞ്ഞ് പോയാ പോലെ. ഞാൻ ശ്രമിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രിക്കത്തെ ഒരു ഷോട്ട് ഞാൻ ഇതിൽ ഏഡ് ചെയ്യാം. നിങ്ങൾ അയച്ചു തന്നാൽ മതി. എന്റെ കൂടെ ഒരു ബ്രദറും കൂടി ഉണ്ട് ടാപ്പിലൂടെ. നീ കണ്ടിട്ടും കാണാത്ത പൊന്നടിക്കും, എന്റെ പാട്ട് കേട്ടിട്ടും കേൾക്കാത്തപ്പോൾ ഭവിക്കും. എത്ര കാലം കണ്ടും കാലം ഒത്തിയിരിക്കും. കടിയെന്നൊരു കണ്ടോൾ തജൽ കട്ടാര കൊണ്ടൂര മനോരഞ്ജൻ. കടിയെന്നൊരു കണ്ടോൾ തജൽ കട്ടാര കൊണ്ടൂര മനോരഞ്ജൻ. ഓട്ടിട്ടു എന്റെ നാട് നോക്കിട്ട് കളിച്ചോ, പ്രാച്ചിതു വനത്തില പോക്കറ്റിലൊളിച്ചോ, കൂട്ടിട്ട് കത്തിക്ക് നീ വാക്കിന് പൊളിച്ചോ. തിരുമാലും എണ്ണാലും എന്നെ തന്നെ മരിച്ചോ. ഓട്ടിട്ടു എന്റെ നാട് നോക്കിട്ട് കളിച്ചോ, പ്രാച്ചിതു വനത്തില പോക്കറ്റിലൊളിച്ചോ, കൂട്ടിട്ട് കത്തിച്ചു നീ വാക്കിന് പൊളിച്ചോ. തിരുമാലും എന്നെ തന്നെ മരിച്ചോ. പഠിച്ചോ നീ പണം ചൊല്ലി പഠിച്ചോ, തലച്ചോറിൽ പരിപ്പുഞ്ചൊഴിച്ചോ, കഴിച്ചോണ്ടിൽ നമ്മ കണ്ണു മിഴിച്ചോ, കുണിച്ചോണ്ടിൽ നമ്മ ചുള്ളം മരിച്ചോ. അടിപൊളി. നല്ല പാട്ടുകാരനാണ് വിചാരിച്ചില്ല. ഇനി നാം കാര്യത്തിലോട്ട് വരാം. ഓണമാണല്ലോ, അതുകൊണ്ട് ഓണം സ്പെഷ്യൽ വീഡിയോ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സിന് മാത്രമല്ല, നാട്ടുകാരനെ സർപ്രൈസ് ചെയ്യാം. ഒരുപാട് നാളായി പാതാളത്തിൽ ഇരുന്നിട്ട്. എന്തായാലും ഒരു കല്യാണം കൂട്ടിയിട്ട് ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. ഒരുപാട് നാളായി ഒരു ബിരിയാണി കഴിച്ചിട്ട്. ഗൈസ്, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയോണ്ടിരിക്കുന്നു. അപ്പൊ അതാ മഴ പെയ്തപ്പോ കണ്ടില്ലേ, സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഒരു ചെണ്ട വാങ്ങിയിട്ട് കണ്ടില്ലേ. അപ്പൊ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ കയറിയപ്പോ നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ കിട്ടി. ചേട്ടന്റെ പേര് സുകുമാരൻ, ഓക്കെ. നിത്യൻ, ലോട്ടറി ഏജൻസി. എന്തായാലും ഒരുപാട് സന്തോഷം. ഹാപ്പി ആണോ? അവിടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടാ. ഹായ്, നമസ്കാരം. നമസ്കാരം. അനുഗ്രഹിച്ചിരിക്കുന്നു. ഹാപ്പി ഓണം. ഒരുപാട് സുഹൃത്തുക്കളെ ഇവിടെ പരിചയപ്പെടാൻ സാധിച്ചു. ഓണം എങ്ങനെ പോണു? നന്നായി പോകുന്നു. നമ്മൾ ഇറങ്ങിയതാണ് നമ്മളെ പ്രജകളെ കാണാൻ ഇറങ്ങിയതാണ്. ആയിക്കോട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താ ഞങ്ങളൊക്കെയാണ്. ഒരുപാട് പേർക്ക് നമ്മളെ കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. രമേശ് 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 രമേശ്
ഇന്നെന്താ മീന്? മത്തി. മാവേലി നാട് വാണിടും കാലം. ധാരം മനസ്സിലായി ഏത് മോനെ വെച്ചിട്ടാ? ആദ്യത്തേത് ആണ്, രണ്ടാമത്തേത് ആണ്, മൂന്നാമത്തേത് പെണ്ണ്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കേട്ടില്ലേ? ഒരു ജാതില്ല. ആമദത്തോടെ വസിത്തും കാലം നിങ്ങളെല്ലാ കൊല്ലം വരുമോ? പാതാളത്തിൽ നിന്ന് ഇറങ്ങി വരുമോ? പിന്നെ ബോറടിക്ക് വരും, വന്നു പോകും. നന്നായി വരട്ടെ. സ്വർണ്ണ ആൾക്ക് വേണം നിന്നോട് കൈകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ. ഓക്കെ, 15 പവനൊക്കെ കേട്ടാ. 15 പവനാ. അത് കുഴപ്പമില്ല, അവര് ദൈവം. അന്റെ മുമ്പിൽ എനിക്കെന്താ പണം കിട്ടുവാടാ? ആ വലിയ ഇത് കിട്ടും, എനിക്ക് നല്ല വർക്കത്ത് കിട്ടി പോയിക്കോ. സുശാന്ത് ഒരു പരിപാടിയിലായിരുന്നു. ഞാനിതാ കല്യാണത്തിന് വന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്റെ കൂടെ കോളേജ് പഠിച്ചവരാണ്. സുശാന്ത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മീശക്ക് ഒട്ടിച്ച പോരുണ്ട്. എന്റെ ക്ലാസ്മേറ്റ് ആണ്, സീനിയർ ആണല്ലേ. എന്റെ ക്ലാസ്മേറ്റ് ആണ് സ്നേഹ. പിന്നെ അത് ജെറിൻ. അവ എങ്ങനെയുണ്ട്? ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ച ഞാൻ മിക്കവാറും അങ്ങനെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു. അപ്പൊ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനിയാണ് നമ്മളുടെ ഹെവി പരിപാടി. നമ്മൾ നേരെ നമ്മുടെ ടെൻഡർഗ്രാം ഡോട്ട് കഫേയിലേക്കാണ് പോകുന്നത്. ഹാപ്പി ആണോ? പത്തിലെത്ര മാർക്ക്? 10. ലക്കി കൂപ്പൺ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സംഭവം നമ്മൾ ഇതിൽ നിന്ന് 2 പേരെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് വിന്നർക്ക് 1001 രൂപ ക്യാഷ് പ്രൈസും 2001 രൂപ ക്യാഷ് പ്രൈസും. രണ്ടാമത്തെ വിന്നർക്ക് ഓണക്കോടിയും. എടുക്കൂട്ടിയേ എനിക്ക് പാതാളത്തിൽ പോണം, പറഞ്ഞുവിട്. കൈയടിച്ചോ. ഫഹദ് ബാഗ് എടുക്കണോ? എനിക്ക് പോണം പാതാളത്തേക്ക്. അബ്ദുൽ അസീസ് സാറാണ്. സുന്ദരിക്ക് പൊട്ടുതൊടലാണ് നമ്മൾ. ഫസ്റ്റ് വിന്നർ അതാരായിരുന്നു? വേദിയിലേക്ക് കടന്നു വരൂ. ഈ വിന്നർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് റമീഷ പ്രൈസ് അനൗൺസ് ചെയ്തോളൂ. എന്താണ് കൊടുക്കേണ്ടത് പറയൂ.
നമ്മളുടെ ഈ മെനുവിലുള്ള നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേക്കും നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതില് ഒരുപാട് ചോയ്സ് ഉണ്ട്. ടെൻഡർ ആൻഡ് ഷേക്ക്, ടെൻഡർ മിക്സ് മാംഗോ, സ്ട്രോബെറി ടീ, റെയിൻബോ, ചോക്കോട്ടി ലാവ മിക്സ്, ചിക്കു ടീ മാക്സ്, അവക്കാഡോ, നട്ട്സ് ചീബി, ഒരുപാട് ചോയ്സ് ഉണ്ട് നിനക്ക്. അതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ടെൻഡർ മിക്സ് മാംഗോ, ടെൻഡർ മിക്സ് മാംഗോ. നീ മാംഗോ ഇഷ്ടപ്പെടുന്ന ആളാണോ? മാംഗോ ഇഷ്ടമാണ്. ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടോ? ഏതൊക്കെ ഷേക്ക് കുടിച്ചിട്ടുണ്ട്? പിന്നെ ചിക്കു എല്ലാം ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പൊ നിനക്കുള്ള ഷേക്ക് വഴിയെ വരും, വെയിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത വിന്നർ, അടുത്ത നമ്മളുടെ സ്പൂൺ റൈസിലെ വിന്നറിനെയാണ് നമ്മളിപ്പോ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേരെ കവിച്ച് വെച്ച് കടന്നു വന്ന ഒരു പയ്യനുണ്ട് ഇവിടെ. പയ്യന്റെ പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പയ്യനെ വേദിയിലേക്ക് വിളിക്കാം. വരൂ. പേര് അംജദ്. എന്റെ കൂടെ വരുന്നുണ്ടാ? പാതാളത്തേക്ക് വരുന്നുണ്ടാ? ഉണ്ടോ? ഉണ്ട് ഇത്രേ. ഓക്കെ, നിനക്കും ഇത് തന്നെയാണ്. നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഒരുപാട് ചോയ്സ് ഉണ്ട്. ടെൻഡർ ആൻഡ് ഷേക്ക്, ചിക്കു ടീ മിക്സ് ആണ് ചെക്കൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. നിനക്കുള്ള പ്രൈസ് വഴിയേ വരും. അപ്പോ ഹാപ്പി ഓണം ഓൾ. താങ്ക് യു സോ മച്ച് ഗായ്സ്. അങ്ങനെ ഞങ്ങളുടെ ഓണപരിപാടി ഇവിടെ അടിപൊളിയായി. എന്റെ കോളേജിലത്തെ ഫ്രണ്ട്സ് ഒക്കെ വന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു, പരിപാടി പങ്കെടുത്തു. അതിനുശേഷം നമ്മുടെ ടെൻഡർ ഗ്രാമിന്റെ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ കുറെ പിള്ളേരുണ്ടായിരുന്നു. നവാസ്ക, റമീസ് ഷാ, പിന്നെ ഫാരിസ്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം ഗായ്സ്. നമ്മുടെ പരിപാടി അടിപൊളിയായി. അപ്പൊ തീർച്ചയായിട്ടും വാവന്നൂർ ടെൻഡർ ഗ്രാമില് എല്ലാവരും വിസിറ്റ് ചെയ്യുക. tendergram.cafe വാവന്നൂരാണ് വരുന്നത്. കൂറ്റനാട് പട്ടാമ്പി റോട്ടിലാണ്. എല്ലാവരും വരിക, ഷെയ്ക്ക് കുടിച്ച അഭിപ്രായങ്ങൾ പറയാ. എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം. അപ്പൊ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അതുവരെ പാതാളത്തിൽ. പീസ്.